അപ്പോൾ ജനനായകൻ ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനനായകൻ പടം ജനുവരി 9 റിലീസ് ആവാനിരുന്ന പടമാണ്. സോ അതിന് സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അതിനെ വീണ്ടും 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 തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് അറിയാൻ കഴിഞ്ഞത് ആക്ച്വലി വീണ്ടും 60 ദിവസത്തേക്ക് എന്തോ അതിനെ നീക്കി തള്ളി വെച്ചു, അല്ലെങ്കിൽ അതിന് ശേഷമേ അതിൻ്റെ റിലീസിനെ പറ്റി തീരുമാനിക്കൊള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായത്? 2 മാസത്തിന് ശേഷമേ ഇനി അതിനകത്ത് നിന്ന് കോർട്ടിൽ നിന്നൊരു വിധി വന്ന് സോ അതിന് ശേഷം മാത്രമേ പടം ഇറക്കണോ എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കൊള്ളുന്നു. ഓക്കെ, അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഒരു 2 ദിവസം മുമ്പ് വന്നിരുന്നത്. ഓക്കെ, പിന്നെ ഈ പടം ആക്ച്വലി നമ്മുടെ ഡിസംബർ 22 ഇത് ആക്ച്വലി ഈ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരു സെൻസർ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ മെയിൽ ഈ പടം അൺറെസ്ട്രിക്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഈ പടം തിയേറ്ററിൽ ഇറക്കാം എന്നുള്ളൊരു മെയിൽ പോയിരുന്നു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് ചെയ്തതും അതേപോലെ എല്ലായിടത്തും അത്യാവശ്യം ആ പടം ഓടുന്ന എല്ലാ സ്ഥലത്തും ഇവരതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഓക്കെ, സോ അത് ചെയ്ത് അതിനിടയ്ക്കായിട്ടാണ്, അതായത് ഈ പടം ഇറങ്ങുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവർ ഇട്ട് കൊടുത്തത്. ഓക്കെ, സെൻസർ ബോർഡിൻ്റെ അവർ ഓൾറെഡി ഒരു മെയിൽ അയച്ചിരുന്നു. സോ അതിനുശേഷം ആ പടത്തിനകത്ത് എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അതിനെ ഒഴിവാക്കി. ഓക്കെ, അങ്ങനെയാണത് കോർട്ടിലായത്. സംഭവം കേസ് ഇപ്പം നിലവിൽ കോർട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാസ്റ്റിൻ്റെ ഒരു ഇഷ്യൂവും, അതേപോലെ എന്തോ ജാതികളെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂവും, അതേപോലെ മിലിറ്ററിയെ സംബന്ധിച്ചിട്ട് എന്തോ ഒരു ഇഷ്യൂവും നിലവിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സാധാരണ ഈ സെൻസർ ബോർഡ് എക്സാമിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. സോ അതിനകത്ത് അവരുടെ തന്നെ റൂൾസ് പ്രകാരം മിനിമം അല്ലെങ്കിൽ കുറഞ്ഞത് ഇവർക്ക് 8 ആഴ്ച വരെയാണ് ഒരു പടം എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും തടഞ്ഞു നിർത്താൻ, അതായത് അതിൻ്റെ പ്രോപ്പർലി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആക്ച്വലി അതിനകത്ത് ഒരു ടീം, അതിനകത്ത് ഏതോ കുറച്ച് ടീമുകൾ ഈ പടം കണ്ടു. ഓക്കെ, സോ കണ്ടിട്ടാണ് അവർ പറയുന്നത് ഇത് അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ള കേസുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഇലക്ഷൻ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഏപ്രിലാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ പടം, അതായത് ഇപ്പോൾ ഈ അടുത്ത മാസം ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരി പകുതിയോടെങ്കിലും ഈ പടം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ദളപതിയുടെ അവസാന പടം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്നൊരു അവസ്ഥ വരെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാര്യം അതിനുള്ളൊരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള മാക്സിമം കളികൾ ആരാണോ കളിക്കണമെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം കളികൾ അതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്തെങ്കിലും ഇതിനകത്ത് ആക്ച്വലി ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇതുവരെയും സുപ്രീം കോടതിയിൽ ഇത് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ച്വലി എന്തെങ്കിലും ഇതിനകത്തിന് ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർ സെൻസറിന്റെ അല്ലെങ്കിൽ ഈ